രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ മൂന്നാമത്തെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അത് ഇന്നലെ ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഫെനി നൈനാനാണ് പരാതിക്കാരി ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അവരെ വ്യക്തിഹത്യ നടത്തുന്നു, അധിക്ഷേപിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെനി നൈനാൻ ഇന്നലെ പുറത്തുവിട്ട ചാറ്റ് അവർക്ക് കാര്യമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം അല്ലേ? ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഫെനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 2024 മെയ് മാസത്തിലാണ്. എനിക്ക് മിസ്കാരേജ് ആയതാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി. അപ്പോൾ ഈ സമയത്താണ് ഫെനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. ഇപ്പോൾ ഫെനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചൂരൽമല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചാലഞ്ച് ഉണ്ട്, കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. സ്ട്രേഞ്ചറായി എൻ്റെ അടുത്താണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൻ്റെ ഡ്രോ നടക്കുന്നത്, വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതും. അതൊരു കഴിവതും സമ്മർദ്ദം ചെലുത്തി വിന്നറാവാൻ ശ്രമിക്കുക എന്നായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, നമ്മളൊരു മെൻ്റൽ സ്റ്റേറ്റ് തന്നെ വളരെ ഓൾട്ടേഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യൽ ആങ്സൈറ്റി കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മളൊരു എല്ലാ രീതിയിലും നമ്മളൊന്ന് ഒറ്റപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിലാവാതെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ സമയത്ത് കുഞ്ഞായിരുന്നു എൻ്റെ പ്രയോറിറ്റി. ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ സാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാരോട് ഇനി പറയരുത് എന്നെൻ്റെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും, ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസാണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും ഒരു റീഅഷുറൻസ് തരുന്നത്. അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്കത് ഒരു സമാധാനമായിരുന്നു എനിക്ക് അന്ന് കിട്ടിയിരുന്നത്. പിന്നീട് ഇതേ ഫെനി തന്നെയാണ് എൻ്റെ അടുത്ത് രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ പാലക്കാട് ഇലക്ഷന് തൊട്ട് മുന്നേ ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഫെനി എൻ്റെ അടുത്ത് പറയുന്നത്, രാഹുലേട്ടന് ഒരു പൈസ ഇല്ലാതെ നട്ടം തിരിയുവാണ്, ഞങ്ങൾ തലേദിവസം ട്രിവാൻഡ്രം വന്നതാണ്, അപ്പോൾ ഫുഡ് മേടിക്കാൻ പോലും പൈസ ഇല്ല, ഞങ്ങളിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ആരെങ്കിലും ഒന്ന് വാങ്ങി തരുന്നത് നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ എന്നൊരു ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു. രാഹുലിൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുത്തത് കിട്ടിയത് കൺഫേം ചെയ്യുന്നത് പോലും ഈ പറയുന്ന ഫെനിയാണ്. പിന്നെ രാഹുലിൻ്റെ കാര്യത്തിൽ ഞാൻ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊരു റീഅഷുറൻസ് തന്നുകൊണ്ടിരുന്നതും ഇതേ ഫെനി തന്നെയാണ്. പിന്നീട് ഒരു പാലക്കാട് ഇലക്ഷൻ കഴിയുമ്പോഴാണ് രാഹുലിൻ്റെ അടുത്ത് വീണ്ടും ഒന്നും നടക്കാത്തതുപോലെ വളരെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ അറിയുന്നത് തകർന്നിരിക്കുകയാണ്. രാഹുലിന് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവരെ ആ സിറ്റുവേഷൻ ചൂഷണം ചെയ്യാനും അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാളാണ് രാഹുൽ. അപ്പോൾ രാഹുലിന് വീണ്ടും ഒരു ഫ്യൂച്ചർ റീഅഷുർ ചെയ്ത് നമുക്കൊന്ന് ജീവിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാക്ക് ടു രാഹുലിലേക്ക് എത്തിച്ചു. ഇതെല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് ഫെനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മെയിൻ റീസൺ ഈ പറയുന്ന ഫെനി നൈനാനാണ്. അതിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന അഷുറൻസ് ആണ് എന്നെ വീണ്ടും ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു. രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ മീഡിയ ഡ്രിവൻ ആണ്, പൊളിറ്റിക്സ് ആണ്, പെയ്ഡാണ്. ആദ്യത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ ഇല്ലയെന്ന് പറഞ്ഞു.
രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫേക്കാന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ചോദിച്ചപ്പോൾ അത് എന്നെ എല്ലാവരും കൂടെ വീഴ്ത്താൻ നോക്കുവാണ് എന്തൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും വോയിസ് പുറത്ത് വന്നിരിക്കുന്നത് നിന്റെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ ഒരു ഗർഭമില്ലാന്നൊക്കെ എൻ്റെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ട് രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരാം, നീ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അല്ലെങ്കിലും വരും, എനിക്കറിയണം, എനിക്ക് കൃത്യമായിട്ട് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം, എന്നെ എന്തിനാണ് ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതെന്ന് എനിക്കറിയണമായിരുന്നു. രാഹുൽ ഒരിക്കലും ഒരു കാര്യത്തിനെയും ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്ലാരിറ്റിയും തരില്ല, ഒരു ക്ലോഷറും തരില്ല. അതാണ് രാഹുലിൻ്റെ ഒരു രീതി. അപ്പോൾ രാഹുലിൻ്റെ ഇതേ സമയത്ത് ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫെനി വിളിക്കും, അയാൾ തകർന്നിരിക്കുകയാണ്, അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്, ഡൗൺ ആയിട്ടിരിക്കുവാണ്, ഈ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫെനിയുടെ അടുത്ത് പറഞ്ഞു ഫെനി എൻ്റെ കുഞ്ഞിനെ പോലെ വേറൊരു കുഞ്ഞുണ്ടെങ്കിൽ